മച്ചമാരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാർ. അപ്പം നമ്മളിതൊരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്, അതായത് 2023 തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ലപ്ത ലേഡീസ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ പലരും ചിത്രം കണ്ടിട്ടുണ്ടാവാം. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ കണ്ടവർ വേണമെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലപ്ത ലേഡീസിനെ കുറിച്ച് പറയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രണയകാവ്യം അല്ലെങ്കിൽ ഒരു കാവ്യ ചിത്രം നിങ്ങൾ പറയാൻ സാധിക്കും. കാരണം അത്രയേറെ മനോഹരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുള്ള ചിത്രം തന്നെയാണ്. കാരണം ഇതിൽ എന്താ പറയുക, കൺസെപ്റ്റ് നമ്മൾ മലയാള സിനിമ ചിത്രത്തിൽ കണ്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ രീതിയിലെല്ലാം വ്യത്യസ്തമായിട്ട് കൊണ്ട് തന്നെയാണ് ലപ്ത ലേഡീസ് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധിക്ക് അപ്പുറത്തോട്ടും വിജയിച്ച് തന്നെ പറയാൻ സാധിക്കുള്ളൂ. കാരണം തുടക്കം തൊട്ട് ഒടുക്കും വരെ എവിടെയും ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും ചിലർക്കൊക്കെ. പക്ഷെ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു സാധാരണയായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അത് നടന്നു പോകുന്നു. പിന്നീട് ഒരു സാധാരണ ലൈഫ് നമ്മൾ ഫാമിലിയിൽ കണ്ടുപോകാൻ നമ്മുടെ മുമ്പിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രം അല്ലെങ്കിൽ പറയുക അവൻ്റെ ഒരു കഥാപാത്രം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുന്നുണ്ട്. തുടക്കം തന്നെ നമ്മുടെ കഥാനായകൻ്റെയും കഥാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളൊരു ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അവർ ട്രെയിനിലോട്ട് യാത്ര ചെയ്യുന്നു. അവൻ്റെ നാട്ടിലോട്ട് അവൻ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അതായത് മുഖത്ത് ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ നാട്ടിൽ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ട്രെയിൻ കയറുന്നു. അതേ സീറ്റിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമായി കാണിക്കുന്നു. പക്ഷേ ഒരു സമയത്ത് ഒരു പകുതിക്ക് വെച്ചിട്ട് ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നു. നമ്മുടെ കഥാനായകൻ ആ പെൺകുട്ടിയും കൊണ്ട് നാട്ടിലോട്ട് എത്തുന്നു. നാട്ടിലെത്തി മുഖം പൊക്കുമ്പോൾ അത് മറ്റൊരു പെൺകുട്ടിയെ അറിയുന്നു. പിന്നീട് എങ്ങനെയാണ് കാണാതായ പെൺകുട്ടി അവിടെ ജീവിക്കുക, എങ്ങനെയാണ് അവളെ കണ്ടെത്തുക എന്നുള്ള ശ്രമങ്ങളൊക്കെയാണ് ലപ്ത ലേഡീസിനെ കുറിച്ച് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു കഥാനായകൻ്റെ ജീവിതകഥമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവർ തമ്മിലുള്ള പ്രണയം എങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത്, എങ്ങനെ അവർ തിരിച്ചെത്തുമോ എന്നുള്ള തോന്നലൊക്കെ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും കുറച്ച് കോമഡിയും കുറച്ച് ഇമോഷൻസും അതുപോലെ തന്നെ അത്യാവശ്യമായ നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ലപ്ത ലേഡീസ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, അത് തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം. എടുത്തു പറയേണ്ട മികച്ച പ്രകടനം തന്നെയാണ്. കാരണം ഇതിൽ കഥാനായകൻ്റെ കഥാപാത്രം മാത്രമല്ല, രണ്ട് പെൺകുട്ടികൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ രണ്ട് നായകന്മാർ അവരത് ഗംഭീരമായി തന്നെ അവരുടെ വേഷം കൈകാര്യം ചെയ്തു. എടുത്തു പറയുന്നതിൽ മെയിനായിട്ട് റോൾ ചെയ്ത പെൺകുട്ടിയാണ്. ഏകദേശം അവർക്ക് 16 വയസ്സിന് താഴെ ഉള്ളൊരു പെൺകുട്ടി എന്നാണ് നമുക്ക് കിട്ടിയപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടി മികച്ചൊരു പ്രകടനം തന്നെയാണ്. ഇത്രയേറെ പക്വതയുള്ള ഒരു കഥാപാത്രമായി ചെയ്യുമ്പോൾ തീർച്ചയായും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അതിമനോഹരമായ ക്യൂട്ട്നെസ്സും അതിനേക്കാൾ മികച്ചൊരു പ്രകടനം തന്നെയാണ് ആ പെൺകുട്ടി കാഴ്ചയത്. ഒരിക്കലും നമ്മൾ മറക്കാൻ ചാൻസ് ഇല്ല. കാരണം കണ്ടവർക്കറിയാം അവരെത്രമാത്രം ചിത്രത്തിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചെന്ന്. കാരണം തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ടുള്ള ചിത്രം തന്നെയാണ് ലപ്ത ലേഡീസ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഡ്രാമ, ഒരു ഫാമിലി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലപ്ത ലേഡീസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചിത്രം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. വീണ്ടും പുതിയ ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരും. കാത്തിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.